Hi viewers, welcome back to Center Circle Design. Revit Architecture Part 3 വീഡിയോയിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ ബേസിക്സ് ഫോളോ ചെയ്ത് ഒരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചുവടുപ്പാണ് ഇന്ന്. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ആൻഡ് റിവ്യൂസ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ പറയുന്ന നോട്ട്സിനൊപ്പം തന്നെ കൂടെയുള്ള സബ്ടൈറ്റിൽസ് വായിച്ച് മനസ്സിലാക്കുക. കഴിവതും അത് അപ്പോൾ തന്നെ പകർത്തി എഴുതാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്ലാസ് ഫോളോ ചെയ്യാൻ കഴിയും. നമുക്കിനി ടോപ്പിക്കിലേക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ വെച്ച് ഞാൻ ഇവിടെ ഒരു ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ CCD ക്ലാസ് എന്ന പേരിലാണ് അന്ന് സേവ് ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാം. റീസെൻറ്റ് ഫയൽസ് ഒക്കെ ഇവിടെ കാണാം. ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തു വരുമ്പോൾ നമുക്ക് എങ്ങനെയാണോ നമ്മൾ ഫയൽ ക്ലോസ് ആയിട്ടുള്ളത് അത് ആ വ്യൂവിലേട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെവൽസ് ഉണ്ടാക്കാൻ പഠിച്ചു. ആദ്യം യൂണിറ്റ് സെറ്റ് ചെയ്യുക, പിന്നെ ലെവൽസ് ക്രിയേറ്റ് ചെയ്യുക, റീനെയിം ചെയ്യുക. ഇത്രയൊക്കെയാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ കാണിച്ചു തരാം. 3 ലെവൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നീട് വേണമെങ്കിൽ പിന്നീടുള്ള ആവശ്യത്തിന് നമുക്ക് ഇനി ലെവൽസ് ഉണ്ടാക്കാം. ഞാൻ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ആ ഫയൽ സേവ് ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയാകുമ്പോൾ നിങ്ങൾ പെട്ടെന്നുള്ള ഷട്ട് ഡൗൺ കാരണം ഫയൽ സേവായി പോവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ടാകില്ല. ഓക്കെ, ഞാനിപ്പോൾ 0 ലെവലിലേക്ക് പോവുകയാണ്. 0 ഗ്രൗണ്ട് ഫ്ലോറാണ്. ഗ്രൗണ്ട് ഫ്ലോറിന് ക്ലിക്ക് ചെയ്തു. കണ്ടോ, ഈ 4 എലിവേഷന് ഉള്ളിലായിട്ടാണ് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്കിന്ന് പറയാനുള്ളത് ക്രിയേറ്റിംഗ് വാൾസ് ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ റെവിറ്റിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വാൾസ് ക്രിയേറ്റ് ചെയ്താണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആർക്കിടെക്ചർ സെക്ഷനിൽ ഇവിടെ ആദ്യത്തെ ടൂള് വാൾസിൻ്റെ ഷോർട്ട് കീ WA. അതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ ബട്ടൺ കാണാം. അവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെ കാണാം 3 ടൈപ്സ് വാൾ: ആർക്കിടെക്ചറൽ, സ്ട്രക്ചറൽ, അങ്ങനെ 3 ഓപ്ഷൻസ് കാണാം. നമുക്ക് സെലക്ട് ചെയ്യുന്നത് ആദ്യത്തെ ഓപ്ഷനാണ് വാൾ ആർക്കിടെക്ചർ. വാൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ടേബിളായിരിക്കും കിട്ടുന്നത്. ഇവിടെ കാണാം നമുക്ക് ഹൈറ്റ്, അതുപോലെ ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ പ്രോപ്പർട്ടീസ് പാലറ്റ്സിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും ബേസിക് വാൾ ജനറിക് 200 mm. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. നമുക്ക് പറയാനുള്ളത് വാൾസിന് 3 ടൈപ്പ് വാൾസ് ഉണ്ട് നമുക്ക് റെവിറ്റ് ആർക്കിടെക്ചറിൽ. അതിൽ ഇപ്പോൾ പറയാനുള്ളത് ബേസിക് വാൾസ് ആണ്. അതിൽ ഇവിടെ നമുക്ക് ആദ്യം പറയാനുള്ളത് ഇവിടെ ഒരു കേഴ്സർ വരും. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വാൾസ് ക്രിയേറ്റ് ചെയ്ത് കാണാം. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നടുവിലായിട്ട് ഒരു ലൈൻ കാണാം, ഒരു ബ്ലൂ ഡോട്ടഡ് ലൈൻ അല്ലേ? ഇതിനെ പറയുന്ന പേരാണ് ലൊക്കേഷൻ ലൈൻ. എന്ന് വെച്ചാൽ വാൾസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലൊക്കേഷൻ ലൈൻ. അത് ഏത് പൊസിഷനിലാണോ അലൈൻ ചെയ്ത് വരേണ്ടത് അത് ലൊക്കേഷൻ ലൈൻ തീരുമാനിക്കും. ഇങ്ങനെയൊരു നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇത് ഫ്രീ ആണ് കേട്ടോ.
ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ഹൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം ഇതിൽ പറയാനുള്ളത് വാൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇവിടെ കാണാൻ ലൊക്കേഷൻ ലൈൻ. ഇവിടെ ഒരു ബോക്സിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം. ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ടുള്ളത് വാൾ സെൻറ്റർ ലൈൻ എന്നൊരു ഓപ്ഷനാണ് അല്ലേ. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണാം വാൾ സെൻറ്റർ ലൈൻ, കോർ സെൻറ്റർ ലൈൻ, ഫിനിഷ് ഫേസ് എക്സ്റ്റീരിയർ, ഫിനിഷ് ഫേസ് ഇൻറ്റീരിയർ, കോർ ഫേസ് എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ. നമുക്ക് ആദ്യം വാൾ സെൻറ്റർ ലൈനാണ് നമ്മളിപ്പോൾ കണ്ടത്. കാരണം ഈ ലൊക്കേഷൻ ലൈന് വാൾസിൻ്റെ നടുവിലൂടെയാണ് പോകുന്നത് അല്ലേ. നമുക്ക് ഓരോ ഓപ്ഷൻസും പരിചയപ്പെടാം. ഇനി കോർ സെൻറ്റർ ലൈൻ, ഇത് രണ്ടും തമ്മിൽ അത്ര ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ചെറിയൊരു വാൾസിൻ്റെ നടുവിലായിട്ട് പോകുന്നു. എസ്കേപ്പ് കൊടുക്കുക. പിന്നെ ഇതിലുള്ളത് ഫിനിഷ് ഫേസ് എക്സ്റ്റീരിയർ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഈ രണ്ട് ഓപ്ഷൻസ് ആണ്, ഫിനിഷ് ഫേസ് എക്സ്റ്റീരിയർ, ഫിനിഷ് ഫേസ് ഇൻറ്റീരിയർ. ഇതിൽ ഞാൻ എക്സ്റ്റീരിയർ കാണിച്ചു തരാം. കേട്ടോ, ഇത് ലൊക്കേഷൻ ലൈന് എക്സ്റ്റീരിയറിൽ പുറത്തോട്ട് വരുന്ന രീതിയിലാണ്. നമുക്ക് പേര് പോലെ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഓക്കെ, ഞാൻ ഫിനിഷ് ഫേസ് എക്സ്റ്റീരിയർ എസ്കേപ്പ് കൊടുത്ത് ഫിനിഷ് ഫേസ് ഇൻറ്റീരിയർ. ഇൻറ്റീരിയർ ആകുമ്പോൾ ലൊക്കേഷൻ ലൈന് ഉള്ളിലായിട്ടായിട്ടും വരുന്നത്. ഓക്കെ, എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഫിനിഷ് ഫേസ്. നമ്മൾ വാൾസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ 3D വ്യൂ കാണാം. നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ടത് ഫ്ലോർ പ്ലാനിൽ ഉള്ള വ്യൂ ആണ്, 2D വ്യൂ ആണ്. ഇനി നമുക്കിതിൻ്റെ 3D വ്യൂ കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകും. ഇവിടെ മുകളിൽ ഇങ്ങനൊരു പിക്ചർ നിങ്ങൾക്ക് കാണാം. ഒരു പിക്ചർ, ഒരു വീടിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ഒരു ടൂള് കാണാം. അതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിൽ ഡിഫോൾട്ട് 3D വ്യൂ, അത് നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, കണ്ടോ. ഇതിപ്പോൾ നിൽക്കുന്നത് ഹിഡൻ ലൈൻ മോഡിലാണ് ഇപ്പോൾ ഉള്ളത്, കണ്ടോ. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 3ds Maxൽ നമ്മൾ 3D വ്യൂ റൊട്ടേറ്റ് ചെയ്യുന്നത് ഓൾട്ട് പ്രസ് ചെയ്ത് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യും. ഇതിൽ നമുക്ക് റെവിറ്റ് ആർക്കിടെക്ചറിൽ 3D വ്യൂ നമുക്കിത് കാണാൻ ഇവിടെ നമുക്ക് കാണാം. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ കാണാം, മൗസിൻ്റെ നടുവിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. നമുക്ക് 3D വ്യൂ കാണാം. അപ്പോൾ ഈ ഒരു വ്യൂ ടോഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം അല്ലേ. ഇനി എനിക്ക് പറയാനുള്ളത് നമുക്കിതിൻ്റെ വ്യൂസ് ഇത് കാണണം. നമുക്ക് റിയലിസ്റ്റിക് വ്യൂ ആയി മാറണം വെച്ചാൽ വ്യൂസ് കൺട്രോൾ ചെയ്യാൻ ഇവിടെ നിങ്ങൾക്ക് ഈ സ്റ്റാറ്റസ് ബാറിൽ കാണാം വിഷ്വൽ സ്റ്റൈൽ. ഈ ഒരു ബോക്സിൻ്റെ പിക്ചറുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, വിഷ്വൽ സ്റ്റൈലിൽ. ഇപ്പോൾ ഡീഫോൾട്ടായി കിടക്കുന്നത് നിങ്ങൾക്ക് ഏതാണ്, ഹിഡൻ ലൈനിലാണ്, കണ്ടോ. ഇനി അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. വയർഫ്രെയിം മോഡിൽ അതുപോലെ ഹിഡൻ ലൈന്, ഷെയ്ഡഡ് വരുമ്പോൾ നമുക്ക് ഇതിലുള്ള കളറിൻ്റെ ഒരു ഷെയ്ഡ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്, ഒരു കളർ ഷെയ്ഡ് മാത്രമാണ് കിട്ടുന്നത്. പിന്നെ കൺസിസ്റ്റൻറ്റ് കളേഴ്സ്, ഏത് കളേഴ്സിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇവിടെ കാണാം റിയലിസ്റ്റിക്.
നമുക്ക് പഠിക്കാനുള്ളതും ഇതാണ് റിയലിസ്റ്റിക് വ്യൂ. ഈ ഒരു വ്യൂവിൽ നമുക്ക് ഈ ഒരു ഷെയ്ഡിലാണ് നമുക്ക് ഈ ഒരു 3D വ്യൂ സെറ്റ് ചെയ്യേണ്ടത്. എന്നാലേ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസ് കറക്റ്റായി കാണാൻ കഴിയുള്ളൂ റിയലിസ്റ്റിക് വ്യൂവിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഇതിൽ ഡീഫോൾട്ട് ഈ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ ഡീഫോൾട്ട് 3D വ്യൂ കിട്ടും. അതുമല്ലെങ്കിൽ നമുക്ക് ഇവിടെ വ്യൂസിൽ കാണാം 3D വ്യൂ. അതിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ തിരിച്ച് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിലേക്ക് തന്നെ വന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി വീണ്ടും ഞാൻ ആർക്കിടെക്ചർ വാൾ എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഇവിടെ നമുക്ക് കാണാം അൺകണക്റ്റഡ് എന്ന ഹൈറ്റ് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ ഇത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു 300 ഹൈറ്റുള്ളൊരു വാൾ പ്ലേസ് ചെയ്യാൻ ഒന്നുകിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ വരെയുള്ളൊരു വാൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് ഇവിടെ ഹൈറ്റ് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഹൈറ്റ് ഫസ്റ്റ് ഫ്ലോർ എന്ന് കൊടുത്തിട്ട് ഞാൻ ഹൈറ്റ് ഫസ്റ്റ് ഫ്ലോർ ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഹൈറ്റ് ഫസ്റ്റ് ഫ്ലോർ എന്ന് കൊടുത്തപ്പോൾ പിന്നീട് ഇവിടെ കാണാൻ നമുക്ക് ഡീഫോൾട്ടായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് 300 എന്നൊരു മെഷർമെൻറ്റ്. നമ്മൾ കൊടുത്ത മെഷർമെൻ്റ് ആണത്. ഞാൻ ഒരു വാൾസ് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെയൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ സൗത്ത് വ്യൂവിൽ വന്നു. ഞാൻ എപ്പോഴും സൗത്ത് വ്യൂ ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ, നമുക്ക് എലിവേഷൻ കാണാം. കാരണം നമ്മുടെ ഫ്രണ്ട് വ്യൂ വരുന്നത് സൗത്ത് എലിവേഷനിലാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ. ഇതാണ് സൗത്ത് വ്യൂ. നമ്മൾ ഫ്രണ്ട് വ്യൂ വരുന്നത് സൗത്ത് വ്യൂവിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൗത്ത് എലിവേഷൻ സെലക്ട് ചെയ്യുന്നത്. കണ്ടോ, നമുക്ക് നമ്മുടെ 300 ലെവലിലാണ് ഈ ഒരു വാൾസ് വന്ന് ചേരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഹൈറ്റ് നോർമലി ഇങ്ങനെ ഇവിടെ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് വരാം. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സെലക്ട് ചെയ്യുന്നത് ഫിനിഷ് ഫേസ് ഇൻറ്റീരിയർ ആണ് കേട്ടോ. നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു കോർണറിൽ നിന്ന് തുടങ്ങുകയാണ്. 360 എന്ന് ടൈപ്പ് ചെയ്തു. ഇങ്ങനെ പ്ലേസ് ചെയ്ത് വരിക. താഴോട്ട് ഞാൻ ഒരു 330 എടുത്ത് കണ്ടോ ഇവിടെ. ഇത് ഞാൻ ആദ്യമേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അലൈൻമെൻറ്റ് ലൈൻ. കണ്ടോ, ഒരു ഒബ്ജക്റ്റിൻ്റെ പോയിൻറ്റ്സ് ട്രാക്ക് ചെയ്ത് വരുന്നില്ലേ. ഇവിടെ വെർട്ടിക്കലായതുകൊണ്ട് ഹൊറിസോണ്ടലായിട്ടുള്ളതുണ്ട്. ഇനി ഞാനിത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത വാൾസ് തുടങ്ങി. നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലൊക്കേഷൻ ലൈൻ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇൻറ്റീരിയർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൊക്കേഷൻ ലൈൻ ഇൻറ്റീരിയർ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ വാൾസിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാനിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഓഫ്സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഓട്ടോകാഡ് അറിയുന്നവർക്ക് അറിയാം ഓഫ്സെറ്റ് എന്താണെന്ന്.
ഞാനിപ്പോൾ ഇവിടെ ഒരു 50 എന്ന് ടൈപ്പ് ചെയ്തു. എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ നിന്ന് ഒരു 50 ഓഫ്സെറ്റിൽ 50 എന്ന് പറയുന്നത് ഈ രണ്ട് ഇൻറ്റീരിയർ ഈ ഒരു ലൊക്കേഷൻ ലൈനിൻ്റെ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. 50 എന്ന് പറയുന്നത് ഇങ്ങനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് മനസ്സിലായല്ലോ. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ എനിക്ക് വാൾസ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 2 ഡ്രാഗ് ആൻഡ് വാൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ നമുക്ക് ഈ വാൾസ് ഇങ്ങനെ നീക്കാൻ സഹായിക്കും. ഈ ഡ്രാഗ് ആൻഡ് വാൾ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ഒരു ആരോ കാണാം, ഇത് നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വാൾസിൻ്റെ പ്രോപ്പർട്ടീസ് പറയാനുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വാൾസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നിങ്ങളിവിടെ 2 ബോക്സ് കണ്ടല്ലോ. ഈ ബോക്സ് എങ്ങാനും നിങ്ങൾ ഡിലീറ്റ് ആവുക അല്ലെങ്കിൽ ക്ലോസ് ആവുകയോ ചെയ്താൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ വ്യൂവിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂസർ ഇൻ്റർഫേസ്. അങ്ങനെ ക്ലോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂസർ ഇൻ്റർഫേസിൽ ഇവിടെ ഇത്രയും ടൂൾസ് ഇവിടെ കാണാം. ഇവിടെ പ്രോജക്റ്റ് ബ്രൗസർ, പ്രോപ്പർട്ടീസ്, ഇത് രണ്ടും ഡിലീറ്റ് ആയി ക്ലോസ് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അൺടിക്ക് ആയിട്ടുണ്ടാകും. അത് ടിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത് വീണ്ടെടുക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നതാണ് ഇത്, അതൊരു അലങ്കാരത്തിന് പറയുന്നതല്ല. നിങ്ങളുടെ സജഷൻസ് കിട്ടിയാലേ എനിക്ക് കുറച്ചുകൂടി ഈ വീഡിയോസ് മെച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അടുത്ത ടൂളുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.